ഇനി സഹോദരന്മാരെ, സമൂഹത്തിൽ പല രോഗങ്ങളും, ഇപ്പൊ കണ്ണേർ മുഖേന രോഗം വരാമോ? സമൂഹത്തിൽ ഇന്ന് വലിയൊരു വിഷയമായതാണ്. കണ്ണേറുണ്ടാവോ? അങ്ങനെ ഒരാളെ കണ്ണ് തെറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവോ? ആരെങ്കിലും ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും അബദ്ധമൊക്കെ സംഭവിക്കോ? സംഭവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് ബാധിക്കുക, കണ്ണേറ് എന്നത് യാഥാർത്ഥ്യമാകുന്നു, അത് സത്യമാണ്, അത് സത്യമാണ്, ചിലപ്പോ ഉണ്ടാകുന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അമറനിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസ്തർഖിയ മിനൽ ഐൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിക്കുകയുണ്ടായി കണ്ണേറിന് മന്ത്രം നടത്തുവാൻ. കണ്ണേറ് ബാധിച്ചിട്ട് ആ കണ്ണേറിൽ നിന്ന്, കണ്ണേറിന്റെ ശർറിൽ നിന്ന് ശിഫ കിട്ടാൻ വേണ്ടി, മന്ത്രം നടത്തുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൽപ്പിക്കുകയുണ്ടായി എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്താ ഈ വെറുതെല്ലവരെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയുന്നത്. ശരി, അബുദാബിയിലെ ക്ലാസ്സിൽ പോയപ്പോഴല്ലേ മനസ്സിലായത് ഇവര് ചെയ്ത അന്ധവിശ്വാസികൾ തന്നെ കേട്ടോ. കണ്ണേറുണ്ട് എന്നാ ഇപ്പൊ പറയണത്, കണ്ണേറുണ്ട് എന്നാ പറയണത്. പഠിച്ചിട്ടില്ല, മുജാഹിദാന്ന് പറഞ്ഞ് വെറുതെ നടന്നതാ, പഠിച്ചിട്ടില്ല. സ്വന്തം വീട്ടിലിരിക്കുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം, ആ ഖുർആൻ പരിഭാഷ 4 വാള്യങ്ങളുള്ള വലിയ ഖുർആൻ വ്യാഖ്യാനമില്ലേ, അതിൽ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം ഒന്ന് വായിച്ചു നോക്കൂ മലയാളത്തിൽ. അതിൽ കൃത്യമായി തന്നെ കണ്ണേറ് ബാധിച്ചാലുണ്ടാകുന്ന ദുരന്തത്തിൽ നിന്ന് കാവല് ചോദിക്കാൻ വേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികൾക്ക് വേണ്ടി കണ്ണേറിന് മന്ത്രിച്ച മന്ത്രം മൗലവിയരാ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്നീ പേരമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. നബിതങ്ങൾ പേരമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മന്ത്രിക്കുകയാണ്, ഉഈദുകുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി ഞാൻ കാവല് ചോദിക്കുന്നു, ബികലിമാത്തില്ലാഹി തമ്മാതി, സമ്പൂർണമായ അല്ലാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകൾ മുഖേന, മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ ശൈത്താന്റെ ശർറിൽ നിന്നും, വഹാമ്മത്തിൻ, എല്ലാ ദുഷ്ടജന്തുക്കളുടെയും വിഷജന്തുക്കളുടെയും ശർറിൽ നിന്നും, വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ, ആക്ഷേപകാരിയായ ദുഷ്ടക്കണ്ണിന്റെ ശർറിൽ നിന്നും ഞാനിതാ നിങ്ങൾക്കിരുവർക്കും വേണ്ടി കാവല് ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്നിവർക്ക് വേണ്ടി കാവല് ചോദിച്ചിട്ട് അവിടുന്ന് പറയുകയും ചെയ്തു, ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്, നിങ്ങളുടെ രണ്ടാളുടെയും പിതാവ് അഥവാ ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതേ പ്രാർത്ഥന മുഖേന ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന മോഹനുക്ക് വേണ്ടിയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന മോഹന് വേണ്ടിയും ഈ 2 മക്കൾക്ക് വേണ്ടിയും ഇതേ ദിക്റും ദുആയും മുഖേന നിങ്ങളുടെ ഉപ്പാദവായ ഇബ്രാഹിം അലൈഹിസ്സലാം കാവല് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസൻ ഹുസൈൻ എന്നീ പേരമക്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ മുഖേന കാവല് ചോദിച്ചതെന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇത് അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം സൂറത്ത് ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. ഇത് മാത്രല്ല സൂറത്ത് യൂസുഫിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, അമാനി മൗലവി അവിടെയും വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൽ ഒരു വ്യാഖ്യാനം കൊടുത്തപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 11 മക്കള്, ആ 11 മക്കളിൽ 10 മക്കളും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ അവരോട് പ്രത്യേകം നിർദ്ദേശിച്ച ആയത്ത് പറയുന്നിടത്ത് ലാ തദ്ഖുലൂ മിൻ അബ്വാബിൻ വാഹിദ, നിങ്ങൾ ഒരൊറ്റ വാതിലൂടെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ വിശദീകരണം പറയുന്നിടത്തും അമാനി മൗലവി കൃത്യമായിട്ട് കണ്ണേറിന്റെ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്.
ഞാൻ എന്തിനാത് പറയുന്നറിയോ? ഈ കണ്ണേറ് തട്ടും അതിന് മന്ത്രണ്ട് എന്നൊക്കെ പറയുന്നത് മുജാഹിദീങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പം ഇങ്ങോട്ട് ഉണ്ടാക്കിയ പുതിയ വാദാണ്. ഇവര് അന്ധവിശ്വാസികളാണ്, ഇവര് തനിച്ച അന്ധവിശ്വാസത്തിൽ കാളെ കൊണ്ടുപോകുന്ന ടീമാണ്, ഇതൊന്നും മുജാഹിദിന് പരിചയമില്ലാത്ത വിശ്വാസങ്ങളാണെന്നാണ് ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരക്കേടുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് കണ്ണേറ് സംഭവിക്കാം. എന്നാ നമുക്കത് ഉറപ്പിക്കാനൊന്നും കഴിയൂല. അങ്ങനെ കണ്ണേറ് ബാധിച്ചു എന്ന് നമുക്ക് സംശയം തോന്നുമ്പോ എന്താ ചെയ്യേണ്ടത്? കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി തൂക്കലല്ല, കലം കമഴ്ത്തി വെച്ചിട്ട് അതിന്മേൽ ചുണ്ണാമ്പ് കൊണ്ട് കണ്ണും കാതും മൂക്കും നാക്കും വരച്ച് തൂക്കിയിടലല്ല. കുട്ടികളുടെ ശരീരത്തിൽ ഇങ്ങനെ കറുത്ത ചില ചരടുകളും അതുപോലെ തന്നെ വസ്തുക്കളും കെട്ടലല്ല. കുളിപ്പിച്ചു കഴിഞ്ഞ കുട്ടിയുടെ കവിളത്ത് ഒരു കറുത്ത പൊട്ട് തൊട്ട് കൊടുക്കലല്ല. മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ചെയ്യലല്ല. മറിച്ച് കണ്ണേറ് ബാധിച്ചിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഇതേ പ്രാർത്ഥനയാണ് നമ്മളും നിർവഹിക്കേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായി കിടക്കുന്ന അവസരത്തിൽ പോലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് മന്ത്രിച്ച ഒരു മന്ത്രം സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. ബിസ്മില്ലാഹി ഉർഖീക മിൻ കുല്ലി ശൈഇൻ യുദീക് വമിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക്. ബിസ്മില്ലാഹി ഉർഖീക, അല്ലാഹുവിന്റെ നാമത്തിൽ താങ്കൾക്ക് വേണ്ടി ഞാനിതാ മന്ത്രം നടത്തുന്നു. താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും, അസൂയാലുവിന്റെ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും അല്ലാഹു താങ്കൾക്ക് ശിഫ നൽകുമാറാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മന്ത്രം നടത്തി എന്ന് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. ഇങ്ങനെ എത്രയെത്ര മന്ത്രങ്ങളും ദിക്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുള്ള മന്ത്രങ്ങളാണ്. ഇനി കണ്ണേറിനെ പറ്റി ഇപ്പൊ ഇന്ന് വലിയ വിവാദം നടക്കുന്ന ഒരു കാലാണല്ലോ. നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടുന്ന ഒരു സംവാദമുണ്ട്. ഒരു മാസം 2 മാസം മുമ്പ് കോഴിക്കോട് ജില്ലയിലെ നന്ദി എന്ന് പറയുന്ന പ്രദേശത്ത് മുജാഹിദുകളിൽ നിന്ന് തെറ്റിപ്പോയ ഒരു കൂട്ടരുമായിട്ട് നടത്തിയിട്ടുള്ളൊരു സംവാദമാണ്. അതിൽ അബ്ദുൽ മലിക് സലഫി നമ്മുടെ ഭാഗത്തു നിന്നും അപ്പുറത്ത് വേറെ ചില മൗലവിമാരുമായിട്ട് നടത്തിയിട്ടുള്ള ആ സംവാദത്തിന്റെ CD നന്ദി സംവാദം, അത് നിങ്ങൾ എല്ലാവരും കേൾക്കണം. എന്തിനു വേണ്ടി അറിയോ? നമ്മൾ ആളുകളുടെ കൂട്ടത്തിൽ ഇതൊക്കെ അന്ധവിശ്വാസാന്ന് പറയുന്ന ആളുകളുണ്ട്. കണ്ണേറും നാക്കേറും മൂക്കേറൊന്നുമില്ല ഒരു മൗലവി പറയണ, അപ്പുറത്തെ മൗലവി പറയണ് കണ്ണേറും നാക്കേറും മൂക്കേറൊന്നുമില്ല, അതൊക്കെ തനിച്ച ജൂതന്മാരെ വിശ്വാസാണ്. അങ്ങനെ കണ്ണേറ് തട്ടുന്നൊക്കെ പറഞ്ഞാല് അത് തനിച്ച ജൂതന്മാരെ വിശ്വാസാണ്, ഖുർആനിന് എതിരാണെന്നൊക്കെ ആ മൗലവിമാരവിടെ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷമ്മ ബീവിയോട് പറയാ കണ്ണേറിന്റെ ചെറിൽ നിന്ന് മന്ത്രം നടത്താൻ. ആരാ ഇവിടെ അന്ധവിശ്വാസി? ആരാ ഇവിടെ തനിച്ച ജൂതനായി മാറുന്നത്? അവരുടെ വാചകപ്രകാരം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇവരാ മുജാഹിദിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവിടെ മനസ്സിലാക്കണം. അപ്പൊ പ്രമാണങ്ങളിൽ നിന്ന് വിട്ട്, യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾക്ക് ആ പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നാ മതിയോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രമാണങ്ങളിൽ പറഞ്ഞിടത്തേക്ക് മടങ്ങലാണ് എല്ലാവർക്കും 2 ലോകത്തെയും രക്ഷക്ക് ഏറ്റവും വലിയ ഒരു പ്രത്യേകമായ സഹായമായിട്ടുണ്ടാവുക. അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സഹോദരന്മാരെ, ഇത്രത്തോളം കണ്ണേറും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളെ അവർ നിഷേധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും മൗലവി പറഞ്ഞതുകൂടി ഒന്ന് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് മൗലവി പറയേണ്ടത്? കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം. അമാനി മൗലവി പറയാണ്, കണ്ടതും കേട്ടതുമൊക്കെ കണ്ണേറിന്റെ ഫലമാണെന്ന് ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. കണ്ടതും കേട്ടതൊക്കെ കണ്ണേറാണെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഇങ്ങനെ മന്ത്രമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെ ഒന്നുണ്ടെന്ന് പറയുന്നവരെ വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. മൗലവി പറയണം. എന്നിട്ട് പറയാണ്, എന്നാൽ കണ്ണേറുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ നാം കണ്ടു കഴിഞ്ഞു. അതിനാൽ ഹദീസിൽ വിശ്വസിക്കുന്നവർക്കാർക്കും തന്നെ അങ്ങനെ ഒന്നില്ലെന്ന് പറഞ്ഞുകൂടാ. ഹദീസുകളിൽ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കണ്ണേറുണ്ടാവാം. എന്നിട്ട് അദ്ദേഹം പറയണം, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു ഉദ്ധരണി എടുത്ത് ചേർത്തുകൊണ്ട് മൗലവി അതിന്റെ അർത്ഥം കൊടുക്കുകയാണ്. ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേറ് നിഷേധിക്കുന്നുണ്ട്. അപ്പൊ കണ്ണേറ് നിഷേധിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് മൗലവി പറഞ്ഞത്? ബുദ്ധിയില്ല, അറിവുമില്ല.
ബുദ്ധിയില്ല, അറിവുമില്ല. അങ്ങനത്തെ ആളുകൾ കണ്ണേർ നിഷേധിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമല്ല, വെറും ഊഹാപോഹമാണെന്നാണ് അവർ പറയുന്നത്. ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെ കട്ടിയേറിയ മറയ്ക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ. മുഹമ്മദ് അമാനി മൗലവി എഴുതുന്നു, തൊലിക്കട്ടി വല്ലാതെ വേണം, ഹദീസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിഷേധിക്കണമെന്ന് വല്ലാത്ത തൊലിക്കട്ടി വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതുള്ളൊരു കാര്യമാണ്, അതുണ്ടാവുമ്പോ അതിന് അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോവല്ല വേണ്ടത്, പാണന്റെയും പറയന്റെയും മറ്റോന്റെ അടുത്തേക്കും മറ്റേ ചികിത്സയുടെ പിന്നാലെ പോകല്ല, മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. സഹോദരന്മാരെ, നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ വൈകുന്നേരവും രാവിലെയൊക്കെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം, ഇതൊക്കെ 3 തവണ നമ്മൾ പറയണം. നമ്മൾ ഒരിക്കൽ പ്രഭാത പ്രദോഷ ദിക്റുകളെ സംബന്ധിച്ച് ഇതേ വിഷയത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് ശമനം കിട്ടുവാൻ ആവശ്യമായ ദുആകളും ദിക്റുകളും ഒക്കെ തന്നെയാണ്.